ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ആധുനിക ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനമായ കിച്ചൺ ഡൈജസ്റ്ററുകളുടെ വിതരണോദ്ഘാടനം പിറവം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. 5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിലാണ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ആധുനിക ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനമായ കിച്ചൺ ഡൈജസ്റ്ററുകൾ വിതരണം ചെയ്തത്. ഉദ്ഘാടനം പിറവം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. നമ്മുടെ നാട് നേരിടുന്ന വലിയ പ്രശ്നമായ മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് ഉതകുന്ന പദ്ധതികൾ ഏറ്റവും ഫലപ്രദമാണെന്നും ഇക്കാര്യത്തിൽ ദീർഘദൃഷ്ടിയോടുകൂടിയതും അതേസമയം എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതുമായ കിച്ചൺ ഡൈജസ്റ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ച നടപടികൾ അഭിനന്ദനാർഹമാണെന്നും എംഎൽഎ പറഞ്ഞു. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുക്കുന്ന വീടുകൾക്ക് ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ പദ്ധതി നടപ്പിലാവുകയാണ്. നമുക്ക് അടുക്കള മാലിന്യങ്ങൾ ഉൾപ്പെടെ അവിടെ തന്നെ ജൈവവളമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന വളരെ ക്രിയാത്മകമായ ഒരു പദ്ധതി. ഇത്തവണ 4,00,000 രൂപ പഞ്ചായത്ത് തന്നെ അതിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ പറഞ്ഞു. മാലിന്യത്തിന്റെ ഒരു സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ തെങ്ങിൻചോട്ടിലേക്കൊക്കെ വലിച്ചെറിയുകയും ഈച്ച പെരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നമ്മൾ ഭരണസമിതി എടുത്തൊരു തീരുമാനം കിച്ചൺ ഡൈജസ്റ്റർ എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ അടുക്കളയിലെ ഒരു 6 പേരടങ്ങുന്ന ഒരു വീട്ടിൽ ഒരു 2 കിലോളം മാലിന്യം എന്ന് വെച്ചാൽ അടുക്കളയിലുള്ള എന്ത് സാധനങ്ങൾ, മുട്ടത്തൊണ്ട, നാരങ്ങാത്തൊലി, അതുപോലെയുള്ള എല്ലാം ഈ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 6 മാസം ആയിക്കഴിയുമ്പോൾ അത് വളമായി മാറി, ജൈവ വളമായിട്ട് മാറി നമ്മളുടെ കൃഷിയിലേക്ക് അത് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലുള്ള ഒരു ഡൈജഷൻ നടക്കുന്ന ഒരു സംഭവമാണിത്. കിച്ചൺ ഡൈജസ്റ്റർ എന്നാണ് ഇത് പറയുന്നത്. 68ഓളം കുടുംബങ്ങളിലും ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും ഒരു പൈലറ്റ് പ്രൊജക്ട് എന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് കൂടുതൽ ഫലപ്രദമെങ്കിൽ അടുത്ത വർഷവും കൂടുതൽ കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ കൂടുതൽ തുക 2024-25 സാമ്പത്തിക വർഷത്തിലും ഉൾപ്പെടുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷേർലി ജോയ്, ജിനി ജിജോയ്, മാജി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി എബ്രഹാം, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സന്തോഷ് കോരപ്പിള്ള, സുജിത സദൻ, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ, VEO ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉപയോഗം സംബന്ധിച്ച് വിശദീകരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിറവം. മിഴിവുള്ള സ്ഫടിക തുല്യമായ കാഴ്ചകൾക്ക് അയ്യാൻ ലെൻസ് തോപ്പുംപടി. കൃത്യതയോടെയും ഗ്യാരണ്ടിയോടും കൂടിയ നേത്ര പരിശോധന. നേത്ര സംരക്ഷണ രംഗത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. അയ്യാൻ ലെൻസ്, കണ്ണുകൾക്ക് തുണയായി എന്നും നിങ്ങളോടൊപ്പം.